ജീവിതം വിശുദ്ധീകരിക്കപ്പെടുമ്പോ എന്താ സംഭവിക്കുക? ദൈവകൃപ നമ്മിലേക്ക് ഒഴുകി ഇറങ്ങാൻ തുടങ്ങും. ദൈവകൃപ നമ്മിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ വരുന്ന ഒരു സംഭവമാണ് എന്ത് കൃപയ്ക്കൊപ്പം നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ആത്മാവിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണക്റ്റഡ് ആണ്. കൃപയും അഭിഷേകവും കണക്റ്റഡ് ആണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ക്വാളിറ്റി അമ്മയിലുണ്ടായിരുന്നു അല്ലേ? ഈ ക്വാളിറ്റിയൊക്കെ അമ്മയിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? ഇത് തന്നെയാണ്. നമ്മള് വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ട മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടു. അപ്പോ കൃപ ലഭിക്കണമെങ്കിൽ അവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണ്? ഇരുന്നു. എന്താണ് അവിടെ? ആഴമായ വിശ്വാസം. ആഴമായ വിശ്വാസം. അതുകൊണ്ടാണ് അമ്മയെ നോക്കി എലിസബത്ത് പറഞ്ഞത്. എന്താ പറഞ്ഞേ? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച മകളെ നീ ഭാഗ്യവതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ വിശ്വാസക്കുറവ്, വിശ്വാസത്തിലെ ബലഹീനത, ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ ഓടി ചെന്ന് ആരെ പിടിക്കണം? വിശ്വാസികളുടെ മാതാവാണമ്മ. വിശ്വാസത്തിൽ മക്കളെ ഉറപ്പിക്കുന്നവളാണ് ആര്? അമ്മ മാതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയെ മുറുകെ പിടിച്ച് അമ്മയോട് മാധ്യസ്ഥം യാചിക്കുമ്പോ ആ വിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കുന്ന ലോകാരൂപി നമ്മിൽ നിന്ന് നീങ്ങിപ്പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക. അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ കൃപ എന്താ? ഈ കൃപ ശരിക്കും ഗ്രേസ് ഓഫ് ഗോഡ് എന്താണത്? കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ കൃപ? അതെങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും? കൃപ പാപമില്ലാത്ത അവസ്ഥ. പാപമില്ലാത്ത എങ്ങനെയാ കിട്ടുന്നേ? ഈ സംഭവം കിട്ടുന്നത് എങ്ങനെയാ? ഇത് ദൈവത്തിന്റെ ഔദാര്യമാണ്. ഔദാര്യം. എന്താ കൃപ? കൃപയെ നമുക്ക് ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ പറ്റത്തില്ല. ഒറ്റ വാക്കുകൊണ്ട് കൃപ, ദൈവകൃപ. അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു, ചേർന്നിരിക്കുന്നു. എന്തൊക്കെ? ലവ് ഓഫ് ഗോഡ് ഒന്ന്. അതിലെന്തുണ്ട്? ദൈവത്തിന്റെ അതിന്റെ പരിപൂർണതയാണ്. ദൈവസ്നേഹത്തിന്റെ പരിപൂർണത അതിലുണ്ട്. ഒന്ന്. ഇനി അടുത്തതെന്താ? ദൈവകരുണ, മേഴ്സി ഓഫ് ഗാഡ്. ദൈവ കരുണയുണ്ട്. പിന്നെ വേറെന്താ? ദൈവശക്തി. ദൈവശക്തി, പവർ ഓഫ് ഗാഡ് അല്ലേ? ദൈവശക്തി, പവർ ഓഫ് ഗാഡ്, അത് അതിന്റെ പൂർണ്ണത നിറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ദൈവത്തിന്റെ വിസ്ഡം ഓഫ് ഗാഡ്. ദൈവത്തിന്റെ അത് പവർ ഓഫ് ഗോഡിലുണ്ട്. ശരിക്കും ശുദ്ധാത്മ ശക്തി, ആ ശക്തിയിലുണ്ട് ജ്ഞാനം. പിന്നെന്താ? ദൈവത്തിന്റെ ഡിവിനൈറ്റി ഓഫ് ഗാഡ്. ഡിവിനൈറ്റി, ദൈവത്തിന്റെ ദൈവീകത. ദൈവം ഞാനാകുന്നവൻ ഞാൻ തന്നെ. ദൈവത്തിന്റെ ദൈവീകത അതിന്റെ പൂർണ്ണതയിൽ
ഈ കൃപയിൽ ഉണ്ട്. സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിലുണ്ട്, ദൈവശക്തിയിലുണ്ട്, ദൈവകരുണയിലുണ്ട്, എല്ലാറ്റിലും ഇതുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ഇതിന്റെയൊക്കെ ആകെ തുകയാണ് എന്ത്? ദൈവകൃപ. ദൈവകൃപ അത് നമുക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ ക്വാളിറ്റി കൊണ്ടോ, ഹോളിനെസ് കൊണ്ടോ, ഏതെങ്കിലും വിധത്തിലുള്ള പ്രവൃത്തി കൊണ്ടോ അല്ലേ അല്ല. നമ്മൾ വിചാരിക്കും ഭക്തികൃത്യങ്ങളിൽ അവൾ എപ്പോഴും കൊന്തയും കൈപ്പിടിച്ചുകൊണ്ട് നടക്കുക, എപ്പോഴും ഇതിങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നടക്കുക, നടക്കുന്ന വഴി ഇങ്ങനെ പുറന്ന് ചൊല്ലിക്കൊണ്ട് പോകുന്നത്. എന്താ ചൊല്ലുന്നത്? സുഹൃദേവൻ ചൊല്ലിക്കൊണ്ട് നടക്കുക. ഭക്തികൃത്യം ഭയങ്കരമാണ്. പക്ഷേ അവളിൽ ദൈവകൃപ വ്യാപരിക്കണമെന്ന് നിർബന്ധം ഇല്ല. ഇത് ദൈവത്തിന്റെ ഔദാര്യമാണ്. അതിന് നമ്മിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് എന്ത് വേണം? വിശ്വാസം, എളിമ വേണം. ഒന്നാമതായിട്ട് എളിമ വേണം. ശ്രദ്ധിച്ചോ? എളിമയില്ലാത്തവർക്ക് വിശ്വാസം കുറവായിരിക്കും. വിശ്വാസത്തിൽ ബലഹീനയായിരിക്കും അവള്. നിങ്ങൾ ശ്രദ്ധിച്ചോ? എളിമയില്ലാത്ത മക്കള് അല്ലേ? എളിമയില്ലാത്ത മക്കൾ എന്താ അവനെ വരുന്നേ? നമ്മൾ ആദ്യം ചിന്തിച്ച ആ സംഭവങ്ങളൊക്കെ വരും. ജയമാലിന്റെ ഇടയ്ക്ക് ചിന്തിച്ചില്ലേ? ആ സംഭവങ്ങളൊക്കെ കയറി വരും എളിമയില്ലാത്ത വ്യക്തിയില്. അപ്പൊ ആദ്യം നമുക്ക് എന്താ വേണ്ടത്? എളിമയാണ് നമുക്ക് വേണ്ടത്. എന്തിന്? കൃപ ലഭിക്കാൻ. അപ്പൊ നമ്മിൽ എന്ത് ക്വാളിറ്റി ഉണ്ടാകേണ്ടത്? എളിമ എന്ന ആ ഒരു ക്വാളിറ്റി നമ്മിൽ ഉണ്ടാകണം. അല്ലാതെ നമ്മള് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ രാവിലെ ഞാനും മോളും കൂടി ചേരാട് പള്ളിയിൽ പോയി. രാവിലെ ഒരു നേർച്ച ഉണ്ടായിരുന്നു. കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല. കാരണം എന്താ? യാക്കോബ പള്ളിയാണല്ലോ അത്. കുർബാന സ്വീകരണമൊക്കെ അത് നമുക്ക് അത്രയും പിടിക്കുന്ന ഒരു സംഭവം അല്ല. അത് എല്ലാം കഴിഞ്ഞ് അവസാനം കൊണ്ടുവന്നൊരു കറുത്തൊഴിക്കൽ, അത് ശരിയായ നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒന്ന് രണ്ട് അച്ഛന്മാരോട്, യാക്കോബ അച്ഛന്മാരോട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ സഭ അതിന്റെ ചട്ടക്കൂടിൽ വെച്ചിരിക്കുക എന്നുള്ളത് അങ്ങനെയല്ല. കുർബാന സ്വീകരണം നമ്മുടെ സ്വീകരണം തന്നെയാണ്. 100% പെർഫെക്റ്റ്. അതിന് സംശയമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് നമ്മുടെ പള്ളിയിൽ പോയി ബലിയിൽ പങ്കെടുത്തു, പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പോ അങ്ങനെയുള്ള തീക്ഷ്ണതയൊക്കെ നമുക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പോലും എന്നിൽ ദൈവകൃപ ഉണ്ടാകണമെന്ന് നിർബന്ധം ഇല്ല. അപ്പൊ എളിമ എന്ന പരമപുണ്യം പരിശുദ്ധ അമ്മയെ പോലെ നമ്മിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് കൃപ ലഭിക്കാനുള്ള ഒരു ചാൻസ് കിടപ്പുണ്ട്. പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ചാൻസ് കിടപ്പുണ്ട്. എളിമ മാത്രം മതിയോ? എളിമ മാത്രം പോരാ. അപ്പൊ നമ്മള് ഏറ്റവും എളിമപ്പെട്ട ഒരു കുഞ്ഞ് പഞ്ചപാവമാണ്. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കത്തില്ല, മിണ്ടത്തില്ല, അമ്പളരെ കണ്ട തല ഇങ്ങനെ ചിരിച്ചു നടക്കും, ഇങ്ങനെ പോവും. അവസാനം ഒരു അക്രൈസ്തവന്റെ കൂടെ ഒളിച്ചോടിപ്പോയി രജിസ്റ്റർ ചെയ്തു. ചിലപ്പോ കുറെ കഴിഞ്ഞ നല്ല എളിമയുള്ള കുട്ടിയാണ്, പഞ്ചഭാവമാണ്, ക്ലാസ്സിൽ മാതൃക കുട്ടിയാണ്. എന്ത് സംഭവിച്ചേ? അപ്പൊ അതുകൊണ്ട് എളിമയുള്ളത് കൊണ്ട് മാത്രം കൃപ ലഭിച്ചു കൊള്ളുന്നില്ല. ലഭിക്കാനുള്ള ഒരു മാർഗം
ഒരു മാർഗം. അടുത്ത മാർഗമാണ് എന്ത്? വിശുദ്ധി. വിശുദ്ധി. എളിമ, then next holiness. വിശുദ്ധി. കൃപ ലഭിക്കാനുള്ള അടുത്ത മാർഗം വിശുദ്ധി. ഞാൻ പറയുന്നത് അമ്മയ്ക്കുണ്ടായിരുന്നു. ഈ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുക അല്ലേ? എഫെസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രക്ഷ ഇതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കണമെങ്കിൽ ഈ മേഖലകളെല്ലാം നമ്മൾ കടന്നു പോകണം. ഒരു വിചിന്തനത്തിന്, ഒരു പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കണം. ശുദ്ധി. അടുത്തതാണ് എന്ത്? ഫെയ്ത്ത്. വിശ്വാസം. ആഴമായ വിശ്വാസം. ഈ 3 കാര്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ എന്നിൽ നിറഞ്ഞു നിന്നാൽ ഞാനൊരു ദൈവ പൈതലാകും. അഹിതമായിട്ടുള്ളത് ചിന്തിക്കില്ല. കാരണം എന്താ? എളിമ, വിശുദ്ധി, വിശ്വാസം. വിശ്വാസം. ഈ 3 എന്നിൽ നിറഞ്ഞു നിന്നാൽ പിന്നെ വരുന്നല്ല അതിന്റെ ബൈ പ്രൊഡക്റ്റാണ്. എന്ത്? സ്നേഹം, കരുണ, ദയ, അലിവ്, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ 3 കാര്യങ്ങൾ എന്നിൽ നിറഞ്ഞു നിന്നാൽ ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരും. അങ്ങനെ എന്നിലേക്ക് എന്ത് ഒഴുകും? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുന്ന ഒരു മനോഭാവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നിലേക്ക് എന്ത് വരും? കൃപ, ദൈവകൃപ വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ഒന്ന് ചിന്തിച്ച്, ഞാൻ ദൈവകൃപയിലാണോ? വെറുതെ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്ന് വിലയിരുത്തിക്ക്. ഞാൻ ദൈവകൃപയിലാണോ? വെറുതെ ഒരൊറ്റ ചിന്ത. ഞാൻ ദൈവ കൃപയിലാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരം എന്ത് തന്നെയാണെങ്കിലും പറയണ്ട, അത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. നമുക്ക് അഭിമാനിക്കാം. എന്തുകൊണ്ട്? വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അഭിമാനിക്കാം. അങ്ങനെയുള്ളവരോട് പൗലോസിന്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നിപ്പോ ഒരു വിചിന്തനത്തിനായിട്ട് ഈശോ തന്നൊരു വചനം, ഇവിടെ വന്നപ്പോൾ തന്നൊരു വചനമായത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനം. 1 തെസ്സലോനി 5:14. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എന്താ പറഞ്ഞേ? ഒന്നോടെ വായിച്ച് 14-ാമത്തെ വചനം മുതൽ ഒന്നോടെ വായിച്ച്, എല്ലാവരും ചേർന്ന് വായിച്ച്, ബൈബിൾ ഉള്ളവരൊക്കെ ചേർന്ന് വായിച്ച്. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, സഹോദരരെ നിങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാനും എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. ഇന്ന് നമുക്കില്ലാത്തത് എന്താ? കേട്ടിട്ടില്ലേ? എന്താ നമുക്കില്ല? ആൾക്കാർ എന്താ പറയുന്നത്? ഒരു സമാധാനവും ഇല്ല. ചോദിച്ചു കഴിയുമ്പോൾ ഒരു സമാധാനവും ഇല്ല.
ഏതെങ്കിലും മേഖലയായിരിക്കാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നമാകാം, പഠിപ്പാകാം, കല്യാണമാകാം, വീട്, ഒത്തിരി പ്രശ്നങ്ങളാണ്. ഒരു സമാധാനവും ഇല്ല. ശ്ലീഹ പറയുകയാണ്, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. എന്നിട്ടെന്താ പറയുക? അലസരെ ശാസിക്കുക, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുക, ദുർബലരെ സഹായിക്കുക, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവ്വം പെരുമാറുക. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ, എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ. എന്താണത്? അലസരെ ശാസിക്കുക. അലസർ ആരാ? അലസർ അലസരാരാ? ഒന്നിനും ഒന്നിനോട് ഒരു താല്പര്യമില്ലാതെ ഇങ്ങനെ, അല്ലേ? ഈ എന്താ കാരണം? ഒരു ചൊല്ലു പറയില്ലോ, അത് പറയുന്നില്ല. അപ്പോ ഓക്കെ. അപ്പോ ഇങ്ങനെ നടക്കുന്ന ചില ആളുകള് അലസര്. ഈ അലസത വലിയ പാവമാണ് കേട്ടോ. കുംഭസാരത്തിലേറ്റ് പറയേണ്ട പാവമാണ് അലസത. പറയാറുണ്ടോ? ഇപ്പോൾ പറയാറുണ്ടോ അലസത? കുംഭസാരത്തിൽ ഏറ്റു പറയേണ്ട പാവമാണ് അലസത. നീ പറഞ്ഞെന്താ പറയുന്നത്? ഏറ്റു പറയേണ്ട പാവമാണ് അലസത. കാരണം അലസത തരുന്ന ആരാ? യാതൊരു സംശയവും കാര്യത്തിനും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആരാധിക്കുന്ന മക്കളോട്, നമ്മളോട് പരിശുദ്ധാത്മ പറയുന്ന ഒരു കാര്യമാണ്, മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? അലസരെ ശാസിക്കണം. ശാസിക്കണം. അലസരുന്നവരെ പിടിപ്പിക്കണം, ശാസിക്കണം. ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ. ഇതൊക്കെ നമ്മൾ സാക്ഷ്യത്തിന്റെ ഒരു ജീവിതത്തിലേക്കാണ് വരുന്നത്. ഭീരുക്കളെ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തുവിൻ. ഭീരുക്കൾ ആരാ? ഭീരുക്കൾ ആരാ? ധൈര്യം ഇല്ലാത്തവരാണ് ഭീരുക്കൾ. അത് ശരിയാ, ധൈര്യം ഇല്ലാത്തവരാണ് ഭീരുക്കൾ. ഭയം എന്തിനെ കുറിച്ചാ? ഭയം എന്തിനെ കുറിച്ചാ? നമുക്ക് ഇന്ന് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു കുരിശ് കുത്തിക്കൊണ്ട് ഒരു മുസൽമാന്റെ സൂപ്പർ മാർക്കറ്റില് കടന്നു പോകാൻ എനിക്ക് ലജ്ജയുണ്ട്, മടിയുണ്ടെങ്കിൽ അതിനർത്ഥം നീ എന്തിനെയോ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. നീ ഒരു ഭീരുവാണ് എന്നുള്ളതാണ്. ചിലരൊക്കെ ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടടയുന്നത്, പ്രത്യേകിച്ച് തിരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ ഒടക്കാലിലെ സൂപ്പർ മാർക്കറ്റിൽ, മുസ്ലിം സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അത് ഒന്നോ ശരിക്കും കാണാൻ പോകുന്നത് ഇങ്ങനെയായിട്ട് ചങ്ക് പിടിച്ചുകൊണ്ട് പോകുള്ളൂ. അങ്ങനെ കൈയൊന്നും പിടിക്കത്തില്ല, കൈയൊക്കെ പുറകോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ കാണാൻ പാകത്തിന് തന്നെ പോകുള്ളൂ. ചിലരിങ്ങനെ രൂക്ഷമായിട്ട് നോക്കും, ചിലര് അത് പ്രത്യേകിച്ച് ഈ തലക്കെട്ടുള്ള പാർട്ടിക്ക് രൂക്ഷമായിട്ട് ഒക്കെ നോക്കുന്നുണ്ട്. നമുക്കൊരു വിഷയമല്ല. അപ്പൊ ഇവിടെ പരിശുദ്ധൻ പറയാണ് എന്ത് ചെയ്യണം? ഭീരുക്കളെ ധൈര്യപ്പെടുത്തണം. സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹോദരങ്ങളെ ധൈര്യപ്പെടുത്തണം. എന്തു പറഞ്ഞാ ധൈര്യപ്പെടുത്തണേ? ജീസസ് is the only Savior. He is alive. Still alive. കുരിശിൽ ഇങ്ങനെ തലയിൽ ചിരിച്ച് മരിച്ചൊന്നും കിടക്കുകയല്ല, അവൻ ഇന്നും ജീവിക്കുന്നു. ധൈര്യപ്പെടുത്തണം. ഇത് പറഞ്ഞാൽ ധൈര്യപ്പെടുത്തണം. സാക്ഷ്യം കൊടുക്കാനൊന്ന് പേടി, ബാക്കി ഒന്നിനൊരു പേടിയില്ലെന്നേ. ഒന്നിനൊരു പേടിയില്ല. കവലയിൽ തെറി വിളിച്ചു പറയാനൊന്നും ആരും ഒരു പേടിയില്ല, ഒന്നും പേടിയില്ല. പക്ഷെ യേശുവാണ് ഏക രക്ഷകൻ എന്ന് പറയാൻ ഉണ്ടോ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 3-4 അച്ഛന്മാരെ ഇങ്ങനെ വെല്ലുവിളിച്ചു, ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു വരാൻ. ആൻസർ ഒന്നും ഉണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ. ഇതൊക്കെ നമ്മൾ കുറേയൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം
പെരുമാറുകയും. കുറേയൊക്കെ സാധിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ? കുറേയൊക്കെ അല്ലെങ്കിൽ എപ്പോഴേ അടിച്ച് പിരിഞ്ചാച്ച് അല്ലേ, കുറേയൊക്കെ ക്ഷമാപൂർവ്വം നമുക്ക് ഇടപെടാൻ പറ്റുന്നുണ്ടെങ്കിൽ തോന്നുന്നു, പ്രത്യേകിച്ച് കൂട്ടായ്മയൊക്കെ കൂടി തുടങ്ങിയതിന് ശേഷം ഇല്ലല്ലോ അല്ലേ? ക്ഷമാപൂർവ്വം പ്രത്യേകിച്ച് ഡുനാമിസൊക്കെ കൂടിയതിന് ശേഷം അല്ലേ, ഭയങ്കര ക്ഷമ മക്കളോട് ചോദിക്കണം ഇല്ലേ പിള്ളേരെ? അപ്പൊ ഒരു ക്ഷമ കൂടുതൽ വന്നിട്ടില്ലേ? ഒന്നല്ലോ നീക്ക് ഉണ്ട്, അത് കാണുന്നവരെ ഉണ്ട്. അതാണ്. അപ്പൊ എല്ലാവരോടും ക്ഷമാപൂർവം പെരുമാറണം. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പൊ എല്ലാവരോടും സദാ നമുക്ക് കഴിയുന്ന ഒരു കൊച്ചു നന്മ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം എന്താ ശ്രദ്ധിച്ച്? കാരണം ഞാൻ അലസത ഭാവം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നന്മ ചെയ്യാതിരുന്നാൽ അത് കുമ്പസാരിക്കേണ്ട ഭാവമാണ്. യാക്കോബിൽ എഴുതി കിടപ്പുണ്ട്, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ കുമ്പസാരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒരു ദിവസം ചെയ്യാൻ കഴിയുന്ന എത്ര നന്മയാണ് നമ്മള് കണ്ണടച്ചു വിടുന്നത്. രക്ഷയില്ലാട്ടോ, ഒരു രക്ഷയില്ല. നിത്യത സ്വന്തമാക്കാനേ ഇനിയും ഏറെ കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, മക്കളെ എപ്പോഴും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക. ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയും നാൾ നല്ല സുഖിപ്പിക്കലായിരുന്നു. ഈ 17-ാം വചനം എടുക്കാറുണ്ടാകുന്നുള്ളൂ എല്ലാവരും ഇവിടെ അല്ലേ? ശരിയല്ലേ ചേച്ചി? ഈ 17-ാം വചനം എടുത്ത് എല്ലാവരും വെച്ച് കാച്ചല. 16-17 നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളെയും. അതിനു മുമ്പ് ഒരു സംഭവം കിടപ്പുണ്ട്. ഏത്? ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അനുസരിക്കുന്നവനാണെങ്കിൽ, പാലിക്കുന്നവനാണെങ്കിൽ, തുറന്ന് താഴെ പറയുകയാണ്, നീ എപ്പോഴും ആ സന്തോഷത്തോടെ ഇരിക്കും. പിന്നെ പ്രത്യേകിച്ച് സന്തോഷം നീ കൊണ്ടുവരണ്ട, ആർട്ടിഫിഷ്യലായിട്ടൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, വന്നോളൂ. നിനക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ള ഒരു വ്യക്തിയായിരിക്കും നീ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നിനക്ക് മടുപ്പുണ്ടാവില്ല. ഹല്ലേലൂയ. പ്രഭാഷകൻ 7:10. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് മടുപ്പുണ്ടാകരുത്. പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പുണ്ടാവുകയില്ല. ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എന്നിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കും. എന്നിട്ട് പറയാണ്, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുന്നവരായിരിക്കും നിങ്ങൾ. കാരണം മുകളിൽ എന്നാ പറഞ്ഞത്? നന്മ. എല്ലാവരോടും സദാ നന്മ ചെയ്യാൻ നീ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതം ഒരു നന്ദിയുടെ ജീവിതമായി മാറും. സദാ നന്ദി പറയുന്ന ഒരു ജീവിതമായി മാറും. നീ പോലും അറിയാതിന്റെ ഉള്ളിൽ നിന്ന് ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? ഈ ഒരു നന്മ പ്രവർത്തിക്കാൻ പറ്റിയത് നിന്നിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലാണ് നീ ഒരു കൊച്ചു നന്മ ചെയ്യുന്നത്. കാരണം ദൈവം നന്മയാണ്. ഹല്ലേലൂയ. ആ നന്മ നിന്റെ ഉള്ളിൽ കുടിവസിക്കുന്നുവെങ്കിൽ നീ നന്മ ചെയ്യും. അങ്ങനെ നീ നന്മ ചെയ്യുമ്പോ നീ പോലും അറിയാതെ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവം നിന്നെ കൊണ്ട് നന്ദിയുടെ സ്തുതിയുടെ പ്രാർത്ഥനകൾ ഇങ്ങനെ ഇടപെടാതെ വന്നുകൊണ്ടിരിക്കും. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. വിശുദ്ധരുടെയൊക്കെ ജീവിതം അങ്ങനെയായിരുന്നു. അവര് പോലും അറിയാതെ അവരുടെ ജീവിതം ഇങ്ങനെ നന്ദിയുടെ ജീവിതമായി, സ്തുതിപ്പിന്റെ ഒരു ജീവിതമായി മാറുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇതാണ് ഈശോയിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 16, 17, 18 വചനമല്ല, 14 മുതലുള്ള വചനങ്ങളാണ് നിങ്ങളെ കുറിച്ചുള്ള, യേശുവിൽ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ തിരുഹിതം, പദ്ധതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഇതാണ് പദ്ധതി.
ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ വിശ്വാസിയാണ്, അടിയുറച്ച വിശ്വാസിയാണ്, പതറാത്ത വിശ്വാസിയാണ്. എന്താ ഈ അടിയുറച്ച വിശ്വാസം? എന്താ ഈ പതറാത്ത വിശ്വാസം? ഒരു ചെറിയ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ, ഒരു തകർച്ച വരട്ടെ, ഒരു മാരക രോഗം പിടിപെടട്ടെ, ഒരു ക്രൈസിസിനെ അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ തുടങ്ങുമ്പോ അറിയാം നമ്മുടെ വിശ്വാസം എത്ര വലുതാണ് എന്ന്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ വിശ്വാസം വലുത്. ആരോട് പറഞ്ഞതാ? ആരോട് പറഞ്ഞതാ? യേശു പാപം ചെയ്യാൻ വന്നപ്പോ കല്ലറിയാന്ന് വന്നതല്ല. യേശു ആരും സ്ത്രീയെ നിന്റെ വിശ്വാസം. അനീതിക്കറിയാം. കാനാൻകാരി സ്ത്രീയോട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് അതിന്റെ വാക്യത്തിന് 21 തോന്നുന്നു. മത്തായി 15:21 അത് വായിക്കും. കാനാൻകാരി സ്ത്രീയോട് യേശു പറഞ്ഞ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്. ഇതാ വിശ്വാസം. ഈശോ അവളെ ടെസ്റ്റ് ചെയ്യായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവളെ പട്ടീന്നും പൂച്ചാന്നൊക്കെ ഈശോ വിളിച്ച് കളിയാക്കിയതാണ്? ഈശോ വിളിക്കുന്നില്ലേ? അല്ലേ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുത്, ഉചിതമല്ല. കൊടുക്കുന്നത് ഉചിതമല്ല. അവളെ എന്തെന്നാ വിളിച്ചേ? അവളെ എന്തെന്നാ വിളിച്ചേ? ആദ്യം നായി. അവൾ യഹൂദ സ്ത്രീയാണോ? ഈ കാനാൻകാരി സ്ത്രീ ആരാ? ഒരു വിജാതീയ സ്ത്രീയാ അല്ലേ? അല്ലേ? എന്താ മിണ്ടാത്ത? നിങ്ങൾ വായിച്ചിട്ടില്ലേ അത്? അപ്പൊ ഈശോ എന്നാ പറഞ്ഞേ? മക്കളുടെ അപ്പം. മക്കൾ ആരാ? സ്വന്തം ജനം, ഇസ്രായേൽ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട ജനം. ഈശോ പറയുന്നില്ലേ, നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ നിങ്ങൾ ഇതുവരെ എടുത്തില്ലേ? അത് അതെന്താണ്? ഈശോനെ പറയുന്നേ. ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ, എന്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ അവൻ ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിന് നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. നോക്കിയേ, സ്പെസിഫിക് ആയിട്ടാ പറയുന്നത് അല്ലേ? ഇസ്രായേൽ ഭവനത്തിന് നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ, കേട്ടോ, മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ അവളോട് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഉചിതമല്ല. അവളെ എന്തെന്നാ വിളിച്ചേ? അവളെ എന്തെന്നാ വിളിച്ചേ? നായെന്ന് വിളിച്ചേ. ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ? അതല്ലേ എന്റെ മീനിങ്. പക്ഷെ കർത്താവ് അവളെ വിളിച്ചപ്പോൾ പോലും കർത്താവിനറിയാം, അല്ലേ? നമ്മുടെ ഈശോയ്ക്ക് അറിയാം. അവളുടെ വിശ്വാസത്തെ ആഴമായി കർത്താവ് പരിശോധിക്കുക. നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ നഷ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അവളോട് പറഞ്ഞിട്ടും അവള് പോകാതെ എന്റെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തന്നെ അവൾ നിന്നപ്പോൾ ഈ നായ എന്നുള്ള വിളി പോലും, ആ വിളി പോലും കർത്താവ് പരീക്ഷിച്ച അവളെ. വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും പിന്നെ അവിടെ നിൽക്കുവോ? പിന്നെ നിൽക്കുവോ? പറ്റുകയാണ് ചീത്ത വിളിച്ചിട്ട് പോവും. നിന്റെ ഒരു സംഭവം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ആ സ്ത്രീയുടെ ഇതാ വിശ്വാസം. ഈ വിശ്വാസം ഇന്ന് മക്കൾക്കില്ല. വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അവർക്കില്ല ഈ വിശ്വാസം. അവിടെ പ്രശ്നം. എന്നിട്ടെന്നാ കണ്ടോ? എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണം. ചവിട്ടിക്കൂട്ടിയിട്ടും നായെന്ന് വിളിച്ചിട്ടും
അവള് കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പോൾ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നു ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ വിശ്വസിക്കുന്ന മക്കളെയാണ് കർത്താവ് തന്റെ രണ്ടാമത്തെ വരവിൽ പ്രതീക്ഷിക്കുന്നത്. ഈ വിശ്വാസമുള്ള മക്കളൊക്കെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുകയുള്ളൂ. ഈ കാനാൻകാരിയുടെ വിശ്വാസം എന്നിൽ നിന്നിലും ഇല്ലെങ്കിൽ എഴുതി വെച്ചോ, എടുക്കപ്പെടില്ല. ഞാൻ നീയും ഇവിടെ തന്നെ കിടക്കും, എടുക്കപ്പെടില്ല. ഈ വിശ്വാസം നമുക്ക് വേണം, സഭയ്ക്ക് വേണം, അഭിഷിക്തർക്ക് വേണം, സന്യസ്തർക്ക് വേണം, അയൽമാർക്ക് വേണം, ശുശ്രൂഷകർക്ക് വേണം. ഈ വിശ്വാസം, ഈ സാധനം ഉള്ളിലില്ലാതെ കൊടുക്കാൻ പറ്റുമോ? ഈ വിശ്വാസം ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം, എന്നിട്ടേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, അവളുടെ ഒറ്റ വാക്ക്. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. കണ്ടോ, ഈശോ പറഞ്ഞില്ല എന്ത്? നിന്റെ മകൾക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. ഇവൾക്ക് ആ ശക്തിയുണ്ട്, ആ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ. ഇതാണ് പ്രശ്നം. ഈശോ കഥ ഉയർത്തി പറഞ്ഞില്ല, നിന്റെ മകൾക്ക് ഈ നിമിഷം സൗഖ്യം ഉണ്ടാകട്ടെ. പറഞ്ഞോ? ഇല്ല. ഇനി അവള് മതി, അവളുടെ വിശ്വാസം മതി, അവളുടെ മകൾ സൗഖ്യമാകാൻ. അവളുടെ പ്രാർത്ഥന മതി, അവളുടെ വിശ്വാസം മതി. അതാ ഈശോ പറഞ്ഞേ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം, ഇതാണ് സമർപ്പണം, ഇതാണ് പ്രാർത്ഥന. തിരസ്കരിച്ചാലും ചവിട്ടിക്കൂട്ടിയാലും തെറി വിളിച്ചാലും മർദ്ദിച്ചാലും ഒരു വിശ്വാസി അവിടെ തന്നെ നിൽക്കും. അവന്റെ നാമം വഹിച്ചുകൊണ്ട് നിൽക്കും, അവനെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിൽക്കും. ഇത് വിജാതിയാണെന്ന് ഓർക്കണം. നാമം വഹിക്കുന്നവളല്ല, ദൈവത്തിന്റെ നാമം വഹിക്കുന്നവളല്ല അവൾ, കനാൻകാരി സ്ത്രീ. നമ്മളോ എന്റെ നാമം വഹിക്കുന്ന എന്റെ ജനം. സെക്കൻഡ് ക്രോണിക്കൽ 7:14. എന്റെ നാമം വഹിക്കുന്ന ജനമാ നിൽക്കുന്നേ. പക്ഷെ എവിടെ? കാനാൻകാരിയുടെ തൊട്ടയിലകത്ത് പോലും പോകത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ വേഗം വരണമേ. എന്തിനാ? നിന്നോടൊപ്പം എനിക്ക് എടുക്കപ്പെടും മിക്കവാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകളെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസം നമ്മൾ പരിശോധിക്കണം, പരീക്ഷിക്കണം. അല്ലാതെ രക്ഷയില്ല കേട്ടോ, കടന്നു പോകാൻ പറ്റത്തില്ല. എത്രയോ കടമ്പകൾ കടന്നാൽ നമുക്ക് ഇല്ലേ ജനി? കേവലം ഒന്ന് യൂറോപ്പിലേക്ക് പോകണമെങ്കിൽ എത്ര കടമ്പയായിപ്പോ? എണ്ണി തീർക്കാൻ പറ്റാത്ത കടമ്പ അവിടെ കടന്നു കഴിഞ്ഞു അല്ലേ? എന്തെല്ലാം പ്രോസസ്സിലൂടെ കടന്നുപോയി. എന്തായി? എന്തോ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണത്. ഇന്റർവ്യൂ പാസ്സായി സെപ്റ്റംബറിലേക്ക് കിട്ടി. സാക്ഷ്യം പറയാം അല്ലേ? ഇതുവരെ കടന്നുപോയ കടമ്പ കേവലം ഒന്ന് യൂറോപ്പ് വരെ പോണെങ്കിൽ. അപ്പൊ ഒന്ന് ആലോചിക്കുകയെ, നിത്യതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇനിയും എത്രമാത്രം നമ്മൾ കടമ്പകൾ
കടക്കേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരും സ്വയം വിലയിരുത്തട്ടെ, ചിന്തിക്കട്ടെ. അതുകൊണ്ട് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, എന്തൊക്കെ സംഭവിച്ചാലും, ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എന്ത് ചെയ്യും? ഹബക്കൂക്ക്, അങ്ങനെ ഒരു ബുക്കുണ്ട്, ഹബക്കൂക്ക്. കേട്ടിട്ടുണ്ടോ? അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായകളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തില്ലാതായ ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കാരണം ദൈവമായ കർത്താവാണ് എന്റെ ബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്തൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നൊരു പ്രശ്നമില്ല. രക്ഷകനിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നൊരു പ്രശ്നമില്ല. ഇതാണ് കേട്ടോ ഏറ്റവും വലിയ അപകടം. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ട്രാജഡി എന്ന് പറയുന്നത് അവൻ രക്ഷകനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അല്ലേ? അകന്നു പോകുന്നവൻ, അതിലേക്ക് കിടക്കാൻ സമയമില്ലേ? ധൂർത്തപുത്രന്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അപ്പനിൽ നിന്ന് അകന്നു പോകുന്നവൻ എവിടേക്ക് പോയി? എന്ത് സംഭവിച്ചു? ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തകർച്ച എന്ന് പറയുന്നത്, രക്ഷകനിൽ നിന്ന് അകന്നു പോകുന്നതാണ്. അല്ലേ? ജെറൂസലേമിൽ നിന്ന് ഒരുവൻ ജെറീക്കോയിലേക്ക് പോയി. കേട്ടോ, ജെറൂസലേമിൽ നിന്ന്, ദൈവഭവനത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഒരുവൻ ജെറീക്കോയിലേക്ക് പോയി. എങ്ങോട്ട് പോയി? വിജാതീയരുടെ നാട്ടിലേക്ക് പോയി. അരാജകത്വം നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി. പൈശാചിക ശക്തികളെ ആരാധിക്കുന്ന ഇടത്തേക്ക് പോയി. രക്ഷകനിൽ നിന്ന് അകന്നു പോകുന്നതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് മക്കളെ, ഈ കാണുന്ന ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും, അതാണ് ഈ ഹബക്കൂക്ക് 3:16 വചനങ്ങൾ 17 വചനങ്ങളിൽ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ കായകളില്ലാതായാലും, അല്ലെ തൊഴുത്തിൽ പശുക്കളില്ലാതായാലും, ആട്ടിൻപറ്റം ആലയിൽ അറ്റുപോയാലും, ഓ എന്റെ കർത്താവിൽ ഞാൻ ആനന്ദിക്കും. ഇതാണ് വിശ്വാസി. ഇവനെ വിളിക്കുന്ന പേരാണ് വിശ്വാസി. ഇപ്പൊ മനസ്സിലായോ? ഇവനെ വിളിക്കുന്ന പേര്. ആ കാറ്റഗറിയിൽ നമ്മൾ പെടുവോ? ഇതാണ് വിശ്വാസി. കാനാൻകാരിയിൽ കണ്ടു മറ്റൊരു വിശ്വാസമാണെങ്കിൽ, ഹബക്കൂക്ക് പ്രവാചകനിൽ കാണുന്നത് വേറൊരു വിശ്വാസം. ഭൗതികമായിട്ടുള്ള സർവ്വതും നഷ്ടപ്പെട്ടാലും, ജോബിന്റെ ഒക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്നതാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ഞാനൊരു വിശ്വാസിയാണോ? ഒരു വിചിന്തനം. അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ഹോംവർക്കാണ്. ഞാൻ ഒരു വിശ്വാസിയാണോ? അടുത്ത വെള്ളിയാഴ്ച വരുമ്പോൾ അതിന്റെ ആൻസർ കിട്ടണം. വിശ്വാസിയാണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിലും എന്തുകൊണ്ട്? ഈ രണ്ടിനും ഉത്തരം വേണം. കാരണം നിങ്ങൾക്ക് എന്താണ് പരിശുദ്ധാത്മാവ് തന്നതെന്ന് അറിയണമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവ് നൽകിയ വചനത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കുറവുകളുള്ളവരാണ് നമ്മളെല്ലാം, ബലഹീനരാണ് നമ്മളെല്ലാവരും. എന്നാൽ തൻ്റെ മഹാകരുണയാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവം, അല്ലേ? നമ്മുടെ യോഗ്യതകളൊന്നും നോക്കാതെ നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ദൈവം, കരുണ വർഷിക്കുന്ന ദൈവം, കൃപ വർഷിക്കുന്ന ദൈവം. അതെന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു, എങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടു. ശ്വാസത്തിൽ ആഴമായി മുമ്പോട്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഏതൊരു അവസ്ഥയിലും സധൈര്യത്തോടെ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, കർത്താവിൻ്റെ ധീര സാക്ഷികളായി മാറുവാൻ, ശ്ലീഹ പറയുന്നത് പോലെ സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നീ വചനം പ്രസംഗിക്കുക, സാക്ഷിയാകുക,
എന്ന ആ ഒരു പ്രബോധനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കഴിയുന്ന വിധത്തിലെല്ലാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.